ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയാൽ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എത്രയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത്രമാത്രം നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ അതും തകരും. അവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളാവാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല. തോൽവി നേരിടാത്ത വ്യക്തികളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തുമില്ല. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളെക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല. ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടി പ്രവർത്തിക്കുക. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് നിങ്ങൾ അവളുടെ എല്ലാമാണെന്ന് തെളിയിക്കുമ്പോഴാണ്. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമയമില്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും ലഭിക്കുമ്പോഴല്ല, മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ്. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരുമാകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. നമ്മുടെ ഇന്നലെകൾ കഴിഞ്ഞു പോയതാണ്. നാളെകൾ എന്താണെന്ന് അറിയില്ല. ഇന്നിൽ ജീവിക്കുക, സ്നേഹം കണ്ടെത്തുക, സമാധാനം കണ്ടെത്തുക. നേരുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം. അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ. എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല. പ്രതികൂല സാഹചര്യത്തിലൂടെയും സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ചിലരുണ്ടാകും. മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക,
നമ്മളെ കൊണ്ട് ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും സമയത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെ പറ്റിയും വരുമാനത്തിന്റെ ആനുകൂല്യത്തെ പറ്റിയും കരുതലോടെ ജീവിക്കും. 1000 പുസ്തകങ്ങളിൽ നിന്ന് 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു പുരുഷനോട് പറഞ്ഞാൽ അതിനർത്ഥം അവൾ അയാളെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു എന്നതാണ്. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത്. ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ആത്മാർത്ഥമായി നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിക്കാണെന്ന് നമുക്ക് തോന്നും. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തരുത്. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണത്. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്. എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തത് കുറെ കൂടി മോശമായ കാര്യമാണ്. ഭയം സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചയെ മറയ്ക്കാൻ ആ ഭയത്തെ നമ്മൾ അനുവദിച്ചുകൂടാ. ഒരു തൂവൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ ഒരിക്കലും നമ്മൾ തളരാനും പാടില്ല. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ലെന്ന് അറിയുമ്പോൾ അവർ നമ്മൾക്കായി സമ്മാനിക്കുന്ന പ്രതിഫലത്തിന്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. മാനസികമായ സന്തോഷം ഒരിക്കലും ധനം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാവുന്ന ഒന്നല്ല. നേരെ മറിച്ച് അവനവന്റെ മനോനിലവാരം ഉയർത്തി നേടേണ്ടത് തന്നെയാണ്. ഞാൻ വിജയിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് യഥാർത്ഥ വിജയമല്ല. നമ്മുടെ വിജയം മറ്റുള്ളവർ അവരുടെ വിജയമായി ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ വിജയമാകുന്നത്. നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം. മനഃശാസ്ത്രം പറയുന്നു, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ എപ്പോഴും ദേഷ്യപ്പെടും. കാരണം അയാൾ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും. ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത്. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നോർക്കുക, വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം. കാരണം എല്ലാവരും മനുഷ്യരാണ്. ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല, എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത്. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം ഒരു വാക്കാണ്. ശത്രുവിൽ നിന്ന് മിത്രത്തിലേക്കുള്ള ദൂരം ഒരു പുഞ്ചിരിയാണ്. ഒരാളെ അപമാനിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാൻ പോകുന്നു. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളതെന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക. ആരിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കാതെ ഒറ്റയ്ക്കാണ് എന്ന വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കുക.
നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയൊരു അകലമുണ്ടായിരുന്നതും അയൽവാസികൾക്കിടയിൽ ഉയരമുള്ള മതിലുകൾ ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. ആളുകളെക്കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറ്റുന്നതിനേക്കാൾ വസ്തുതകൾ വളച്ചൊടിക്കുവാനാണ് പലരും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ കാഴ്ചപ്പാടിൻ്റെ അതിരുകൾ താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതിക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. അശുഭ വിശ്വാസി എല്ലാ അവസരങ്ങളിലും പ്രതിസന്ധി കാണുന്നു. ശുഭാപ്തി വിശ്വാസി എല്ലാ പ്രയാസങ്ങളിലും അവസരം കാണുന്നു. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക: ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പോകുന്ന സ്ത്രീകൾ ഉറപ്പായും ജീവിതത്തിൽ തോൽവി നേരിടും. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരക്കിനിടയിലും നിങ്ങളെ തിരക്കി ഇറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ. ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്ക് മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത്. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത്. വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുൻപിൽ പുഞ്ചിരിയോടെ തലയുയർത്തി നടക്കണം. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക: അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ടു കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ തിരികെ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളല്ലേ അവരായിരിക്കണം നമുക്ക് എന്നും പ്രിയപ്പെട്ടവർ. നുണ പറയുന്ന പുരുഷനും ചതിക്കുന്ന സ്ത്രീയും തുല്യരാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ അപകടകാരികളാണ്. ജീവിതം നിങ്ങളെ നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പലത് നല്ലതും ചിലത് ചീത്തയും. നല്ലതിൽ നിന്ന് മാത്രം പഠിക്കുക, തിന്മയെ മറക്കുക. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി. തോൽവികളുടെ അതിജീവനമാണ് വിജയികളുടെ ജനനമാകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മളെന്ന ചിന്ത വളർത്തുക.
അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിന് വില കൽപ്പിക്കുക, ചിരികൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ്. മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല, ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വിധിയെ കുറ്റപ്പെടുത്തിയിരിക്കാതെ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കണം. പലരും കടന്നു വരും, തളർത്തും, വളർത്തും. ഒന്നു മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ്. സ്വഭാവവും ശീലങ്ങളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. എന്നാൽ നമ്മുടെ വ്യക്തിത്വം നിർണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി ശക്തരാണ്. ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്ന പുരുഷൻ ആദ്യമായി അവളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കും. വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ. എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയൊരു സ്ഥാനവും. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക, കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എത്രയോ ചെറിയ ഭാഗം മാത്രമാണ് അവന്റെ പ്രവൃത്തികളും വാക്കുകളും. യഥാർത്ഥ ജീവിതം മനസ്സിനുള്ളിലാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്നാൽ അത് ഓരോ മനസ്സിന്റെയും സ്വീകാര്യത പോലെയാണ്. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് പ്രയാസകരമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലതൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങി പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണി പറയുവാൻ 1000 നാവാണ് താനും. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. ഇഷ്ടമുള്ളതെന്തും ചെയ്യുവാനുള്ളതല്ല സ്വാതന്ത്ര്യം. ചോദ്യം ചെയ്യപ്പെടാതെയുള്ള ജീവിതം അഭികാമ്യമല്ല. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മളെ കൂടുതൽ പ്രാപ്തരാക്കും. ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. തന്റെ ചുറ്റുമുള്ള വ്യക്തികളോട് വലിപ്പച്ചെറുപ്പം കാണിക്കാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം. ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത്. ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം.
വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും. ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് അറിയുവാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്തുവാൻ നോക്കുക, അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കാർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് ലൈഫിൽ ഇടം കൊടുത്തും പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു, മികച്ചതായി കാണപ്പെടുന്നു, മാത്രമല്ല ആകർഷമാക്കാനും തുടങ്ങുന്നു. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത്. ലോകത്തിൽ കലഹം പലവിധമുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വയം മനസ്സിനോട് കലഹിക്കുന്നതിനോളം ക്ലേശം മറ്റൊന്നിനുമില്ല. രണ്ട് സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാവൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുന്നിലും. ഭാവിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം. അതിലൂടെ ഭാവിയെയും. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല, ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല, ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നും തന്നെ ഇല്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇതിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. സുന്ദരികളായ സ്ത്രീകൾ പതിയെ പതിയെ അഹങ്കാരികളായി മാറുന്നു. മറ്റുള്ളവർ തന്നേക്കാൾ ഒരു പടി താഴെയാണെന്നുള്ള തോന്നലാണ് ഇതിന് കാരണം. ചുറ്റിനും നടന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കുക. അതാണ് യഥാർത്ഥ ശക്തി. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക. എങ്കിൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം അനുഭവിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക. ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷേ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യവുമാണ്. വാക്ക് അതൊരു കത്തിയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്.
നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരുവാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. പരസ്പരം ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും തങ്ങളുടെ ചുറ്റുപാടുകളെ മറന്ന് പെരുമാറുന്നു. ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസമില്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്.